കണ്ടുകൊണ്ടിരിക്കുന്നത് ചരിത്ര പുരാതനമായ അഞ്ചുമുക്കിമംഗലത്തിലെ ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശ്രീ മണങ്ങോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രം, ഐതിഹ്യം എന്നിവയെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് ശ്രീധരനാണ്. പരാശക്തി നമ. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ശക്തിമത്തായിട്ടുള്ള രൂപമാണ് മാതൃഭാവം. ലോകത്തെ എല്ലായിടത്തും, എല്ലാ സംസ്കൃതികളിലും, ലോകത്തുള്ള ഏകദേശം 26ഓളം സിവിലൈസേഷനെ കമ്പയർ ചെയ്തിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പ്രശസ്ത ചരിത്രകാരനായിട്ടുള്ള ടോയിൻബി, ഓർണോൾഡ് റിച്ചർഡ് ടോയിൻബി അടക്കം പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അത് ഒരു എത്രയും ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും കാലത്തിന് തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ മഹത്വം മുഴുവൻ ലോകത്തിന് മുഴുവൻ വെളിച്ചമായിക്കൊണ്ട് നിൽക്കുന്നു എന്ന് അദ്ദേഹം ഈ ടോയിൻബി പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സംസ്കാരം ഇത്രയും വലിയ ഒരു റേഞ്ചിലേക്ക് പോയത്? തീർച്ചയായിട്ടും ഈ മാതൃഭാവത്തെ, അല്ലെങ്കിൽ ദേവിയുടെ അമ്മ എന്ന് പറയുന്ന ആ ഭാവത്തെ വളരെ തുടക്കം മുതൽ തന്നെ ദൈവമായി, അല്ലെങ്കിൽ ദൈവീക ശക്തിയായി കണ്ട് ആരാധിച്ചുകൊണ്ടത് മാത്രമാണ്. മറ്റ് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉപരിയായിട്ട് പ്രകൃതീശ്വരിയെ അമ്മയായി കാണാനുള്ള ആ ഒരു മനോഭാവത്തിൻ്റെ ഒരു എന്താ പറയുക ശേഷിപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്ന് കാണുന്ന എല്ലാവിധ ഈ ദേവീക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവ രീതികളൊക്കെ തന്നെ. അപ്പം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ തന്നെ ഉൾപ്പെടുന്ന ഒരു, എന്നാൽ സ്നേഹവും വാത്സല്യവും വിദ്വേഷവും, നമുക്ക് ദേഷ്യം വന്നാൽ കലഹിക്കാനും, എന്താ സന്തോഷം വരുമ്പോൾ ആഹ്ലാദിക്കാനും, പരിഭവം വരുമ്പോൾ മടിയിൽ കയറിയിരുന്ന് ചിണുങ്ങാനും ഒക്കെ പറ്റുന്ന അത്രയും വലിയ ഒരു ഭാവമാണ് മാതൃഭാവം. ആ മാതൃഭാവത്തെ പരാശക്തിയുടെ രൂപത്തിൽ, ദേവിയുടെ രൂപത്തിൽ കണ്ട് ആരാധിച്ചു വരുന്ന വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശ്രീ മണങ്ങോട്ട് ഭഗവതിക്കാവ്. കാവിനെ പറ്റി പറയുകയാണെങ്കിൽ കാവ് എന്ന വാക്കിന് മരക്കൂട്ടം അല്ലെങ്കിൽ വള്ളിക്കുടിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ വള്ളിക്കുടിലിൽ ആണ്, അല്ലെങ്കിൽ മരക്കൂട്ടങ്ങളിലാണ് ഈ പ്രാചീനമായിട്ടുള്ള എല്ലാ ആരാധന സമ്പ്രദായങ്ങളും തുടങ്ങിയത്. പ്രത്യേകിച്ച് ദ്രാവിഡമായ നമ്മുടെ ഈ തെന്നിന്ത്യയിലുള്ള ദ്രാവിഡ സംസ്കാരത്തിൻ്റെ അതിന് വേരുകൾ ഈ അമ്മ ദൈവങ്ങളുടെ ആരാധനയിൽ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ 5 നിലങ്ങളുമായിട്ട് നമ്മളെ പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായി ഉള്ള കേരളം ഉൾപ്പെടുന്ന ആ ഭൂവിഭാഗത്തിൽ വളരെ നല്ല രീതിയിൽ ആരാധിച്ചു വന്നിട്ടുള്ള ഒരു മദർ കൾട്ട്, ഒരു അമ്മ ദൈവ സങ്കല്പം നമുക്കുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന ഈ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലുള്ള ഈ കാവുകളൊക്കെ തന്നെ. പ്രത്യേകിച്ച് ഈ വനവാസികൾ, അല്ലെങ്കിൽ ആദിമ നിവാസികളെയും ദ്രവീഡിക്കായിട്ടുള്ള പ്രാചീന നിവാസികളുടെ ആരാധന രീതിയാണ് ഇന്ന് കാണുന്ന പരിഷ്കൃത രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരു മരച്ചോടുണ്ടാവുക, ഒരു ആൽമരച്ചോടോ വേപ്പിന് മരച്ചോടോ ഉണ്ടാവുക, അവിടെ ഒരു ശിലയോ അതുപോലെയുള്ള രൂപങ്ങളോ വെച്ച് അവരുടെ രീതിയിൽ അവർ ആരാധിച്ചു വരുന്നു. ആ ആരാധനയെ പിന്നീട് പരിഷ്കൃത അവരുടെ സംസ്കാരവും വിദ്യാഭ്യാസവും പൗരബോധവും കൂട്ടായ്മയുടെ ബോധവും ഒക്കെ വളരുന്നതോട് കൂടിയിട്ട് അവർ വളരെയധികം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ഒരു ശാസ്ത്രീയമായ ഒരു ആരാധന സമ്പ്രദായം ഉണ്ടാവും. ഇത് കേരളത്തിലെ മൊത്തം ആരാധനാ രീതികളൊക്കെ ഇങ്ങനെ ഉണ്ടായതാണ്. പിന്നീട് അതിനെ എഴുതി വയ്ക്കുകയും ക്രോഡീകരിക്കുകയും തന്ത്രശാസ്ത്രം ഉണ്ടാവുകയും മന്ത്രശാസ്ത്രം ഉണ്ടാവുകയൊക്കെ ചെയ്തു. വാസ്തവത്തിൽ മുങ്ങിക്കുളിച്ചിട്ട് ഒരു കല്ലെടുത്തിട്ട് മരത്തിന് ചുവട്ടിൽ വെച്ച അത് ദേവി തന്നെ പറഞ്ഞാൽ അത് ദേവി തന്നെയാണ്. കാരണം അത്രയും ശക്തിയുള്ള ആളുകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാരമ്പര്യമായിട്ട് ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ഇന്നും ഈ ഒരു ദിവസം, ഇപ്പോൾ പ്രതിഷ്ഠാ ദിനം എന്ന് പറയുന്നത്, ഇപ്പോൾ പരാശക്തിയെ നമ്മൾക്ക് കാണുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ നമ്മുടെ ദേശത്ത് പ്രതിഷ്ഠിച്ച് ആരാധിച്ച് വരാനുള്ള ഒരു സൗകര്യം.
അങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ പ്രതിഷ്ഠാദിനങ്ങൾ വരിക. അപ്പോൾ ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠാദിനം ഇടവം 11 ഈ ഇടവം 11 എന്നുള്ളത് പ്രത്യേകിച്ചും ഉത്തരായന കാലത്തിലെ പുണ്യമാസങ്ങളിലൊന്നാണ്. കാർഷിക വിള ഇറക്കുന്നതുമായിട്ട്, വിളയെടുപ്പല്ല, വിളയെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കതിർവേല ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഈ ഭൂമിയെ ഉഴുതു മറിച്ചിട്ട് വിത്ത് വിതയ്ക്കാനുള്ള ഫെർട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ കൃഷി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭൂമിയെ തന്നെ ആരാധിക്കുന്ന ഒരു രീതിയിൽ നിന്നാണ് ഈ പാലക്കാടുള്ള എല്ലാ ദേവീക്ഷേത്രങ്ങളിലെയും ഈ വേലപൂര മഹോത്സവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ മണങ്ങോട്ടുകാവിൻ്റെ നമുക്ക് ഈ ചുറ്റുപാടും കണ്ടാൽ തന്നെ അറിയാം, ഈ കുന്നിൻ്റെ ചെരുവും പാടങ്ങളും കുളവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, പ്രത്യേകിച്ചും ഈ സഹ്യപർവ്വതത്തിൻ്റെ തെന്മല എന്ന് പറയുന്നതിൻ്റെ ആ ശിഖരത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ തട്ടകത്തിലമ്മ നിൽക്കുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടി വടക്കം മാറിയിട്ടാണ് അഞ്ചുമൂർത്തി ക്ഷേത്രം നിലകൊള്ളുന്നത്. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു രക്ഷാദേവതാ സ്ഥാനമാണ് നമുക്ക് ദേവിക്കുള്ളത്. എപ്പോൾ പ്രശ്നം വെച്ചാൽ അവിടെ അത് പറയും. അതുപോലെ തന്നെ നമ്മൾ ഈ തട്ടകത്തിലെ എല്ലാ ഉപക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് ആരാധിച്ച് വരുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും എന്ത് നടക്കുകയാണെങ്കിലും ഇവിടെ അമ്മയ്ക്ക് വഴിപാട് കഴിച്ചുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ത്രികാല പൂജയായാലും പായസമായാലും പുഷ്പാഞ്ജലിയായാലും ഇവിടെ വരികയും ഇവിടെ വന്ന് വഴിപാട് കഴിച്ച് കൊണ്ടുപോയി ആ പുണ്യാഹം തെളിച്ചിട്ടാണ് അയ്യപ്പൻ പാട്ട് പോലും ഇവിടെയൊക്കെ നടന്നു വരിക. അപ്പോൾ അത്രയധികം വളരെ പ്രാധാന്യമുള്ള, വളരെ ഡീപ്പ് റൂട്ടറായ, ആഴത്തിൽ വേരോടിയ ഒരു ആരാധന രീതി, അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വൃശ്ചികത്തിലെ കതിർവേല, അതുപോലെ തന്നെ മേടം 28-നുള്ള ആളുവേല, പിന്നെ ഏറ്റവും ഒടുവിൽ വരുന്ന അതിൻ്റെ പരിസമാപനമൊക്കെ കുറിച്ചുകൊണ്ടുള്ള ഈ ഇടവം 11 നമ്മുടെ മംഗലം വേല എന്ന് പറയുന്നത്. ഈ മംഗലം വേല എന്ന് പറയുന്നത് ദേശത്തെ മൊത്തം ഒരു ഇളക്കി മറിക്കുന്ന വളരെ ഒരു ഉത്സാഹ, എല്ലാ വഴികളിലും നമ്മുടെ മംഗലത്തിൻ്റെ എല്ലാ വഴികളും ഇപ്പോൾ വൈകുന്നേരമായ അറിയാം, ഒരു 4 മണിയോടുകൂടി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് നമ്മളെ കാവിലേക്ക് ഒഴുകിയെത്തുന്ന ചെറിയ